അടുത്തതായി ശ്രീ ഇന്നസെന്റിനെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. ഈ കേരള സമാജം ഇന്തോനേഷ്യയിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇന്തോനേഷ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്നൊരിക്കലും ഞാൻ വിചാരിച്ചില്ല വരേണ്ടി വരും. പ്രകാശ ദിവസവും ഒരു 3 നേരമെങ്കിലും വിളിക്കും. എന്തിനാണ് എന്ന് എനിക്കറിയില്ല. അവസാനം എൻ്റെ ഭാര്യ ആലീസ് ചോദിച്ചു, എന്താണ് അയാളായിട്ടുള്ള ഏർപ്പാട്? ഒരു ഏർപ്പാടുമില്ല. ഇന്തോനേഷ്യയിൽ വരാൻ പറഞ്ഞ അവിടുത്തെ കേരള സമാജക്കാർ വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാനുള്ളൊരു കാരണക്കാരൻ എന്ന് പറയുന്നത് മിസ്റ്റർ ജോഷിയാണ്. ഇയാൾ ഒരുപിടി കാലമായി എന്നെ അനുകരിച്ച് പല സ്റ്റേജുകളിലും എൻ്റെ അമ്മേ എൻ്റെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് കാശ് മേടിക്കലാണ് ഇയാളുടെ പണി. അപ്പൊ ഇയാളെ സൗകര്യമായിട്ടൊന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഈ പരിപാടിക്ക് ഇവിടെ വന്നത്. സാധാരണ എന്നെ കേരള സമാജക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ അറിയാവുന്ന ആരും തന്നെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാറില്ല. എന്നെ പറ്റി അവർക്കൊക്കെ അറിയാം. സമാജങ്ങൾ ഉണ്ടാക്കുകയും സമാജങ്ങൾ പൊളിക്കുകയും ചെയ്യുന്ന ഒരു വിദഗ്ധനാണ് ഞാൻ. ഇവിടെ എന്തുകൊണ്ട് സമാജം പൊളിയുന്നില്ല എന്ന് ചോദിച്ചാൽ, പൊളിയണം എങ്കിൽ കുറച്ചും കൂടെ വലിപ്പമുണ്ട്. ഈ ഒരുപാട് സ്ഥലങ്ങളിൽ സിംഗപ്പൂർ എനിക്ക് തോന്നുന്നു ഒരു 4 മലയാളി സമാജമുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ തന്നെ ഹൈദരാബാദ് അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോയിട്ടുണ്ട്, ജർമ്മനിയിൽ പോയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ മലയാളി സമാജങ്ങൾ ഒരുപാട് മലയാളി സമാജങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരാൻ സാധിച്ചു. എനിക്ക് ആ കുട്ടി, അവളുടെ പേര് ഞാൻ മറന്നുപോയി, കദളി ചെങ്കദളി എന്ന് പറഞ്ഞ് പാടിയപ്പോൾ 40 വർഷം മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തിരുനെല്ലിയിൽ സുൽത്താൻ ബത്തേരിയിൽ പോയ ആ കാലഘട്ടമാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. അതിനകത്ത് ജയഭാരതിയും കനകദുർഗയും പ്രേമനസീറും ലക്ഷ്മിയുടെ ഭർത്താവ് മിസ്റ്റർ മോഹനൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ് നെല്ല് എന്ന് പറയുന്ന സിനിമ. ഞാൻ അതിലൊരു ചായക്കടയിൽ ഒരു വാക്ക് മാത്രമാണ് പറയുന്നത്, ഒരു ചായ. അപ്പൊ അതുമായിട്ടാണ് സിനിമയിൽ വന്നത്. ഞാൻ തന്നെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ നൃത്തശാല എന്ന് പറയുന്ന സിനിമയാണ്. ഇവിടെ അധികം ഇരിഞ്ഞാലക്കുടക്കാർ ആരും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഉണ്ടോ? ഉണ്ടല്ലേ? പോരെ, ഒരെണ്ണം പോരെ. നഞ്ചെന്തിന് നാനാഴി എന്ന് ചോദിക്കുന്നത് ഒരാൾ ഇവിടെയുണ്ട്. ഞാനത് ചോദിച്ചതിന്റെ കാരണം, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ MSc പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്ന് പറയണം എന്നൊന്ന് ആഗ്രഹിച്ചു പോയി. അപ്പോഴാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഒരാളെ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥനാണ്, അധ്യാപകനാണ്. ഇതുപോലെ തന്നെയൊക്കെ മോഹിച്ച ഒരാളാണ് എൻ്റെ അപ്പൻ. വളരെ ചെറിയ കുടുംബമാണ് ഞങ്ങളുടേത്. എന്ന് പറഞ്ഞാൽ അമ്മ, അപ്പൻ, മക്കൾ 8 പേര്. ഇന്ത്യ ഗവൺമെന്റ് കുടുംബാസൂത്രണം, അതൊന്നും എൻ്റെ അപ്പൻ അറിയാൻ പാടില്ല. 4 ആണ് 4 പെണ്ണ്. അതെങ്ങനെയാണ് കൃത്യം അങ്ങനെ ഒരു കണക്ക് അദ്ദേഹം, ആ ടെക്നിക്ക് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. പിന്നെ അപ്പാപ്പൻ, അമ്മ, വളരെ പ്രായമായിട്ടും
ഇവിടെ നിന്ന് പോകില്ല എന്ന് വാശി പിടിക്കുന്ന അപ്പാപ്പനും അമ്മാമ്മയും. നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മുടെ വീട്ടിലാണെങ്കിലും അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരു സമയം കഴിഞ്ഞാൽ അവരൊക്കെ പോകണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പൊ അങ്ങനെ വാശി പിടിക്കുന്ന അമ്മാമ്മയും അപ്പാപ്പനും അങ്ങനെയുള്ള ഒരു ചെറിയ കുടുംബത്തിലാണ് ഞാനും ജനിച്ചത്. ഓരോ ക്ലാസ്സിലും ആദ്യം എന്നെ കൊണ്ട് ചേർത്ത് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ്. ചിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി ഉള്ളില്, ഇയാള് പെൺകുട്ടിയാണ്. അപ്പൊ എന്തായാലും ആൺകുട്ടികൾക്ക് 4ാം ക്ലാസ് വരെ പഠിക്കാൻ. അതുകൊണ്ടാണ് ആ സ്കൂളിൽ എന്നെ കൊണ്ടാക്കിയത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ അമ്മ ഓടി വന്ന് ചോദിക്കും, നിനക്ക് എത്ര മാർക്കാണ്? അന്ന് സ്ലേറ്റാണ്. അപ്പൊ സ്ലേറ്റിന് ഞാൻ കാണിക്കും 25-ൽ 25. എൻ്റെ അമ്മ പറയും, എൻ്റെ അപ്പൻ്റെ ചായയാണ്, അതായത് അമ്മയുടെ അപ്പൻ്റെ, അവരുടെ മിടുക്കാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ അമ്മ, അതായത് അമ്മായിയമ്മ, അവർ പറയും അല്ല, എൻ്റെ ഭർത്താവിൻ്റെ മിടുക്കാണ് അവൻ്റെ ഉള്ളത്. ഇവർ രണ്ടുപേരും വാശി പിടിച്ചു. എല്ലാ ക്ലാസ്സുകളിലും 1-ലും 2-ലും 3-ലും 4-ലും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായി. അതിനുശേഷം ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂളിൽ എന്നെ കൊണ്ടാക്കി. ജയചന്ദ്രൻ എന്ന് പറയുന്ന പാട്ടുകാരൻ പഠിച്ച സ്കൂള്. ആ സ്കൂളിൽ ഞാൻ ചെന്നു. ആ സമയത്താണ് എനിക്ക് ബുദ്ധി വെച്ചത്. ആ കൊല്ലം ഞാനൊന്ന് തോറ്റു. ശ്രീബുദ്ധന് ബോധിവൃക്ഷത്തിന്റെ ചൂട്ടിലിരുന്നപ്പോൾ ബോധോദയം ഉണ്ടായി എന്ന് പറയുന്നത് പോലെ അംബുജമേണ്ടത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നപ്പോ എനിക്കൊന്ന് ബുദ്ധി ഉദിച്ചു. ക്ലാസ്സിൽ നിന്നും പലരും ജയിച്ചു പോയി. അപ്പൊ എൻ്റെ അടുത്ത് അംബുജമേൻ ടീച്ചർ എൻ്റെ അടുത്ത് വന്നും. ആ ടീച്ചർ ഇടിഞ്ഞാലക്കുട നടവരമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, മിസ്റ്റർ ജോഷിയുടെ വീടിന്റെ തൊട്ടടുത്ത്. ആ ടീച്ചർ ആ ക്ലാസ്സിൽ നിന്നും ജയിച്ചു പോകുന്ന കുട്ടികൾ പോകുമ്പോഴും നമ്മുടെ താഴെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ വരുന്ന ആ സമയത്ത് ഒരു ഗ്യാപ്പാണ്. ആരുമില്ല, ഞാനും അംബുജൻ ടീച്ചറും മാത്രമേ ഉള്ളൂ. ഞാൻ ടീച്ചറുടെ മുഖത്ത് നോക്കി, ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായിട്ട് അഭിനയം പഠിച്ചതുകൊണ്ടാണ്. ആ ടീച്ചർ എൻ്റെ അടുക്ക് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു. ടീച്ചർ പറഞ്ഞു, ഇന്നസെന്റ്, വിഷമിക്കണ്ട, ഇനി നന്നായി പഠിക്കണം, ഇതുവരെയുള്ളതൊക്കെ വിട്ടേക്ക്. ഞാൻ പറഞ്ഞു, ശരി ടീച്ചറെ, ഞാൻ നന്നായിട്ട് പഠിക്കാം. പഠിച്ചു. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ്. അതെനിക്ക് ഞാൻ മനസ്സിലാക്കി. ഞാൻ നന്നായിട്ട് പഠിച്ചു, ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചു. ആ കൊല്ലവും തോറ്റു. അപ്പോഴാണ് മനസ്സിലായത്, പരാജയം വിജയത്തിന്റെ മുന്നോടിയല്ല, അതിങ്ങനെ തോറ്റു. പിന്നത്തെ വർഷം എന്റെ കൂടെ പഠിച്ചത് ശിവദാസൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഡെപ്യൂട്ടി കളക്ടർ കൃഷ്ണൻകുട്ടി മേനോന്റെ മകൻ. അവൻ വന്നു, പഠിച്ചു. അവനും എന്നെ ഇഷ്ടമായി, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അവൻ പഠിച്ചു. ആ കൊല്ലവും ജയിച്ചു പോകുമ്പോ അവൻ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്ക് ഇനിയും വരുന്ന കുട്ടികളുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ. നീ എന്തിനാ കരയണേ? അവൻ കരഞ്ഞു. അല്ലടാ, ഞാൻ എങ്ങനെയാ പോവാ? ഒരുപാട് വിഷമിക്കുന്നുണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അല്ല, എൻ്റെ അനിയൻ രാധാകൃഷ്ണൻ ഈ ക്ലാസ്സിലേക്കാ വരണേ, അവനെ നീ ചീത്തയാക്കരുത് എന്ന്. ആ രാധാകൃഷ്ണനാണ് ഇന്ന് ഇന്ത്യയിലെ ISRO ചെയർമാൻ. ആ രാധാകൃഷ്ണനും ഞാനും കൂടെ ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പ്, ഇന്ന് അദ്ദേഹത്തിന്റെ രാധാകൃഷ്ണന്റെ കൂടെ 3-4 പോലീസുകാരൊക്കെ തോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ രാധാകൃഷ്ണൻ ഇരിക്കുമ്പോൾ ഞാൻ പ്രസംഗിച്ചു ഈ വിവരം. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഈ പറഞ്ഞ ഇത്രയും വലിയ സ്ഥാപനത്തിന്റെ ഇതിന്റെ ആളായി എന്ന് പറയുന്നതിൽ ഒരു പ്രധാന പങ്ക് എനിക്കുണ്ട്. ISRO ചെയർമാൻ ആയതിൽ എന്റെയും കൂടിയും അവനെ ഞാൻ അന്ന് ചീത്തയാക്കിയെങ്കിൽ അവൻ ഈ ISRO ചെയർമാൻ ആയത്. അപ്പൊ അതിന് നീ എന്നോട് നന്ദി പറയണം എന്ന് പറഞ്ഞപ്പോ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ, കൂടെയുള്ളവർ പഠിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എന്തിന് പഠിക്കണം? വീട്ടിലുള്ളവര് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്.
എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഡോക്ടറാണ്, മറ്റേ ചേട്ടൻ ഡോക്ടറാണ്, ഇയാൾ വക്കീലാണ്, ഒക്കെ ശരിയാ. പക്ഷേ എന്തുകൊണ്ട് ഒരിക്കലും എൻ്റെ ബ്രദറിനിലും എൻ്റെ മൂത്ത അളിയൻ ചോദിച്ചു, നീ എന്തുകൊണ്ട് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നിർത്തി. മനസ്സിലാവാത്ത കുട്ടികൾ 9ാം ക്ലാസ് പഠിക്കുന്നു, 10ാം ക്ലാസ് പഠിക്കുന്നു, കോളേജിൽ പോകുന്നു. ഇത് നീ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ? അതെ, ആ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയത്. എന്നാൽ എന്തെങ്കിലും പഠിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഡൽഹൌസി പ്രഭുവിന്റെ പരിഷ്കാരങ്ങൾ, മലയ എന്ന് പറയുന്ന രാജ്യത്തെ എത്രയായി തരംതിരിക്കാം, അവ ഏവ. ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, പലതും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ. ഒരിക്കൽ സുശീല ടീച്ചറാണ് ഓടി വന്ന് പറഞ്ഞത്, മെയിൻ കർത്താവായിരിക്കുമ്പോൾ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോൾ ഹോ എന്ന് ചേർക്കണം. ഇതൊന്നും ചേർത്തില്ലെങ്കിൽ എന്താ ആകാശം ഇടിഞ്ഞൊഴിഞ്ഞു വീഴും. അതൊക്കെ ചേർത്തു. പക്ഷെ എന്റെ ക്ലാസ്സിൽ വരുമ്പോ എല്ലാ അധ്യാപകരും, ടീച്ചറാണെങ്കിലും അവരാണെങ്കിലും, ഏത് ചോദ്യം ചോദിച്ചാലും ഒരു ചോദ്യം ചോദിക്കുന്നു, നെക്സ്റ്റ് സുബ്രഹ്മണ്യൻ, പ്രകാശ്, രാധാകൃഷ്ണൻ. ഞങ്ങളുടെ ബെഞ്ചിൽ മാത്രം എന്നെ അവിടെ അങ്ങനെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ഒരു ദിവസം ഞാൻ ഒരു മാഷ് ഇതുപോലെ തന്നെ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അതിനുശേഷം പറഞ്ഞു, സുബ്രഹ്മണ്യം, രാധാകൃഷ്ണൻ, ഷെയ്ഖ്, കലാം. ഞാൻ പറഞ്ഞു, എന്ത് ഷൂ, എന്താ തനിക്കറിയോ? എനിക്കറിയാം. ചോദ്യം ഇതായിരുന്നു, മലയ എന്ന് പറയുന്ന രാജ്യത്തെ എത്രയായി തരംതിരിക്കാം, അവ ഏവ. ഞാൻ പറഞ്ഞു, 9ആയി തരംതിരിക്കാം, ജോഹോർ, പറ, കെട്ട, കലന്ത, നെഗ്രി, സെംബ്ലാൻ, പഹ. ആ മാഷ് തലചുറ്റി വീടിലാണ്. പിറ്റേ ദിവസമൊക്കെ ആ അധ്യാപകൻ ടീച്ചേഴ്സ് റൂമിൽ ചെന്ന് പറഞ്ഞു, അതെ, ഇന്നസെന്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആ കുട്ടി എന്തോ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഇനി ആ കുട്ടിയോട് ചോദിക്കണം. ആ കുട്ടി അങ്ങനെ, അപ്പോഴേക്കും എനിക്ക് നല്ല പ്രായമായിട്ടോ, 8ാം ക്ലാസ് ആയപ്പോഴും ഏകദേശം എനിക്ക് നമ്മുടെ പ്രകാശ് മേന്റെ പ്രായം. അപ്പോ പിന്നെ വന്ന ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ നെക്സ്റ്റ് ഇന്നസെന്റ് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ഇന്നൊന്നുമില്ല. കാരണം എല്ലാ ദിവസവും ഉത്തരം പറയാൻ എനിക്ക് എന്താ തലയ്ക്ക് പ്രയാസം. അപ്പൊ ഇതൊക്കെ പഠിച്ചു, പ്ലവന നിയമം പഠിച്ചു, അശോക ചക്രവർത്തി തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അതിന് ഞാൻ എന്താ വേണ്ടത്? എന്റെ അപ്പൻ ഒരുപാട് തെങ്ങ് വെച്ച് പിടിപ്പിച്ചു. സ്കൂളിൽ നിന്നും എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് എനിക്ക് സ്കൂളിൽ നിന്നും കിട്ടിയത്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. ഇരിഞ്ഞാലക്കുട ആകെ 5 സ്കൂളാണ് ഉണ്ടായിരുന്നത്. ആ 5 സ്കൂളിലും മാറി മാറി ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നിങ്ങൾ അദ്ദേഹത്തിന്റെ കവിത കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇല്ല, മലയാളികളല്ലടോ ജോഷി, പറ്റിയോ? വൈലോപ്പിള്ളി എന്ന് പറയുന്ന ഒരു വലിയ കവി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം മലയാളത്തിൽ ഒരു മാമ്പഴം കേട്ടിട്ടില്ല? എന്താ വില എന്നാ? വളരെ വലിയ ഒരു കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ ക്ലാസ് എടുക്കാൻ വന്നു. എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വന്ന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എഴുതിയ കവിത അദ്ദേഹം തന്നെ ചൊല്ലി, കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനെറ്റ തോഴി. അപ്പൊ നമ്മളൊക്കെ വളരെ നിശബ്ദമായിട്ട് ക്ലാസ്സിലിരുന്നു. കാരണം വേറൊന്നുമല്ല, ഏത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ അടുക്ക പറയും, അപ്പനെ വിളിച്ചോണ്ട് പോവാ, അപ്പനെ വിളിച്ചോണ്ട്. എനിക്ക് മനസ്സിലാവണില്ല എന്തിനാ അപ്പനെ വിളിച്ചോണ്ട് പോവാ. ഇവർക്കൊന്നും അപ്പനില്ലേ, എൻ്റെ അപ്പനെ തന്നെ വേണം അവർക്ക്. അപ്പൊ എൻ്റെ അപ്പനാണെങ്കിൽ ദിവസവും വരും, ഓരോ ടീച്ചർമാർക്ക് എന്താ എൻ്റെ മോൻ ചെയ്തത്. അപ്പൊ ഈ അധ്യാപകൻ അദ്ദേഹം ക്ലാസ് എടുത്തപ്പോ ഞാൻ വളരെ സൈലന്റ് ആയിട്ടിരുന്നു. എപ്പോഴും ക്ലാസ്സിൽ എന്തെങ്കിലും നേരം പൂക്കൾ കാണിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അദ്ദേഹം അങ്ങനെ ചീത്തകൾ കൊത്തി വലിക്കെങ്കിലും ഏറ്റവും വൃത്തി വെടിപ്പെടുന്നു അത്രയപ്പോ ഞാൻ വെറുതെ ക്ലാസ്സാണ്, നിശബ്ദാണ്, ഹെഡ് മാസ്റ്ററാണ് അദ്ദേഹം. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കി. കുട്ടികളെല്ലാവരും കൂടെ ചിരിച്ചു. അധ്യാപകൻ ചോദിച്ചു,
ആ ഒരു ശബ്ദം ഉണ്ടാക്കിയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. ഞാൻ വിചാരിച്ചു പെട്ടു കുട്ടി. അപ്പൊ നമ്മൾ സാധാരണ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി ഞാനല്ല എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയണ്ട, കുട്ടി അങ്ങോട്ട് എഴുന്നേറ്റ് നോക്കൂ. അപ്പൊ എൻ്റെ കയ്യിൽ വേറൊരു അടവുണ്ട്. വെറുതെ പിന്നീടുള്ള കുട്ടീനെ നോക്കിയിട്ട് എന്തിനാ അട? അപ്പൊ ഇയാള് അതൊന്നും വേണ്ട കുട്ടി, കുട്ടി എന്നെ എഴുന്നേറ്റ് നോക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ജീവിതം പോയി. ഹെഡ് മാസ്റ്ററാണ്. എന്താ പേര്? ഞാൻ പറഞ്ഞു ഇന്നസെന്റ്. നല്ല പേരാണ്. എവിടെ വീട്? മങ്ങാടിക്കുന്നു. അതും നല്ല സ്ഥലമാണ്. ക്ലാസ്സിലെ തമാശക്കാരനാണല്ലേ? ഞാൻ പറഞ്ഞു അല്ല. അതേന്ന് പറയൂ. അതെ. ഈ കുട്ടിയെ എന്ത് ചെയ്യണം നിങ്ങളൊക്കെ പറ. അപ്പൊ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ വളരെ ചെറിയ കുട്ടികളാണ്. ഞാൻ വളരെ വലിയൊരു പ്രായമുള്ള ആളായതുകൊണ്ട് കുട്ടികൾ പറഞ്ഞു ഈ പ്രാവശ്യം മാപ്പ് കൊടുക്കും ചേട്ടൻ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും ഇതിനെ മാനിച്ചുകൊണ്ട് ഞാൻ ഈ കുട്ടി ഇന്നസെന്റിന് മാപ്പ് കൊടുക്കും. അദ്ദേഹം വീണ്ടും തുടങ്ങി. അദ്ദേഹം എഴുതിയ ആ കവിതയാണ്. ചൂടുകൾ വെച്ചു ചിരിച്ചു നോക്കി ചൂടെഴും പൂട ചൊറിഞ്ഞു വീഴ്ത്തി നീട്ടി വിളംബരം ചെയ്യുക. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ദൈവമേ ഇനി ഒരു അപശബ്ദം എന്നിൽ വരരുത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ട് ഇനി സ്കൂളിൽ നിന്ന് പോകേണ്ട വന്നാലോ. അങ്ങനെ ഞാൻ മനസ്സിൽ വെച്ചു. പെട്ടെന്ന് എനിക്കൊരു കോട്ടുവായി വന്നു. ഈ ദൈവം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഒരു കോട്ടുവായി വന്നു. അപ്പൊ ഞാൻ തന്നെ മനസ്സിൽ വേണ്ട, നീ പുറത്തേക്ക് വരരുത്, ഇതൊരു ജീവിതമാണ് മോനെ, എന്നെ ചുറ്റിക്കരുത്. വീണ്ടും ആ കോട്ടുവായി വന്നു. അവനെ ഞാൻ വീണ്ടും മടക്കി പിടിച്ചു. മൂന്നാമത് വന്നു. ഞാൻ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ അവിടുത്തെ പ്രതിഷ്ഠ, ഇരിഞ്ഞാലക്കുട പള്ളിയിലെ എല്ലാവരും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. പക്ഷേ അവരാരും എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ആ കൂട്ടുവായി ഉറക്കെ വരികയും അവനെ ഞാൻ ഒന്ന് പിടിച്ച് അമർത്തി വിട്ടു. ആ വിട്ടപ്പോൾ അതിന്റെ ശബ്ദം ഏകദേശം അങ്ങനെയാണ്. ഈ ഭൂമിയിൽ ഇന്ന് വരെ ഒരു ജീവിക്കും ഇല്ലാത്തൊരു ശബ്ദം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇങ്ങനൊരു മനുഷ്യനായുള്ള ആദ്യമായിട്ടാണ്. സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ കോട്ടുവായി വരരുത് എന്ന് മാത്രം വിചാരിച്ചിട്ട് ഒരു പ്രത്യേക ലെവലിൽ വിട്ടത്. പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി. അദ്ദേഹം കുട്ടി എഴുന്നേറ്റ് നിൽക്കൂ, അപ്പനെ വിളിച്ചോണ്ട് വരും. എൻ്റെ അപ്പം വന്നു. ഒരു കോട്ടുവായി ഇട്ടത് കൊണ്ട് മാത്രം സർട്ടിഫിക്കറ്റ് എൻ്റെ അപ്പൻ്റെ കൈ കൊടുത്തു. കൊണ്ടുപോക്കോളൂ, പറയതേ ഇനി ഇയാളെ ഇവിടെ നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തോ ഡോക്ടറോ വലിയൊരാളായി. അങ്ങനെയാണ് വിദ്യാഭ്യാസം മുടങ്ങിയത്. എന്തായാലും വിദ്യാഭ്യാസമൊക്കെ മുടങ്ങിയത് നന്നായി എന്ന് തോന്നുന്നു. അന്നങ്ങനെ വിദ്യാഭ്യാസം മുടങ്ങിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ നിങ്ങളുടെ ഇന്നത്തെ കേരള സമാജം ഇന്ത്യൻ ഓഷ്യയിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പൊ നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ആരായി തീരണം, എന്താവണം എന്നൊക്കെ. അതിന്റെ മാതാപിതാക്കളല്ല. തീർച്ചയായിട്ടും ഞാനാണ് തീരുമാനിച്ചത് ഞാൻ എന്താവണം എന്ന്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതും രണ്ട് വാക്കിൽ നിന്നുള്ള സംസാരിക്കാൻ അവസരം കിട്ടിയതൊക്കെ. ഈ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്തും നമ്മളൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പ്രേമിച്ചു എന്ന് വരാം. എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇന്ന് മോശമൊന്നുമല്ല. ഞാൻ ഫോട്ടോ കൊണ്ടുവന്നിട്ടില്ല, വേണമെങ്കിൽ പറഞ്ഞേ കൊണ്ടുവരാമായി. പക്ഷേ ഞാൻ ക്ലാസ്സിൽ പഠിച്ചിരുന്ന എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികളല്ല പ്രേമിച്ചിരുന്നത്, ഞാൻ ടീച്ചറെയാണ്. കാരണം ഞാനും ടീച്ചറും തമ്മിൽ പ്രായം വെച്ച് നോക്കുമ്പോൾ ഏകദേശം കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എൻ്റെ മക്കളുടെ പ്രായം. ഇതൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു രസമാണ്. നിങ്ങൾ ഇന്ന് സിനിമയിൽ കാണുന്ന എൻ്റെ നേരം പോക്കുകളിൽ പലതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളാണ്. അത് പലതും ഞാൻ സംവിധായകന്റെ അടുക്ക് പറയും, നമുക്കത് ചേർക്കാം.
അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടതും ഞാൻ സിനിമയിലൊക്കെ വന്നത്. മദ്രാസിൽ സിനിമ അഭിനയിക്കാൻ വേണ്ടി 42 വർഷങ്ങൾക്ക് മുമ്പ് മദ്രാശിയിലേക്ക് പോയി. അന്നൊരു തീവണ്ടിയിൽ കയറി മദ്രാശിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വലിയൊരു നടനാവുമെന്നാണ് വിചാരിച്ചത്. അന്നത്തെ ഏറ്റവും വലിയ ഹാസ്യ നടന്മാരായ അടൂർ ബാസിയും ബഹദൂറും ഔട്ടാവും, അങ്ങനെ ഇന്നസെന്റ് മലയാള സിനിമയിൽ ഒരു വലിയ നടനാവും എന്നൊക്കെ മോഹിച്ച് മദ്രാസിലെത്തി 3-4 വർഷം പല സംവിധായകന്മാരുടെ പടികൾ ഞാൻ കയറിയിറങ്ങി. പല സിനിമകളിലും അഭിനയിച്ചു. ആദ്യത്തെ സിനിമയാണ് നൃത്തശാല, രണ്ടാമത്തെ സിനിമയാണ് നെല്ല്, ആ സിനിമയിലൊക്കെ മൂന്നാമത്തെ സിനിമയാണ് ജീസസ്. ആ സിനിമയിലൊക്കെ അഭിനയിച്ച് നാട്ടിൽ വന്ന് സിനിമ കാണുമ്പോൾ, നമ്മുടെ നാട്ടിലുള്ള തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ എൻ്റെ ഭാഗം വരുമ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ആളുകൾ നോക്കും. ഇവർക്ക് എന്നെ മനസ്സിലായോ, ഇവർക്ക് എന്നെ മനസ്സിലായോ? ഇവർക്ക് എന്നെ മനസ്സിലായില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തന്നെ എന്നെ മനസ്സിലായത് ഞാൻ 3 പ്രാവശ്യം സിനിമ കണ്ടപ്പോഴാണ്. അത്രയും ചെറിയ റോളാണ് ചായ. അപ്പൊ ഇതൊക്കെയാണ് അന്നത്തെ സിനിമയിലുള്ള എൻ്റെ അഭിനയം. എൻ്റെ സഹോദരി കോളേജിൽ പഠിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരികൾ എൻ്റെ സഹോദരിയെ കളിയാക്കി പറയും, ലീനയുടെ ചേട്ടൻ പ്രൈം മിനിസ്റ്റർ ആവാൻ വേണ്ടി മദ്രാസിലേക്ക് പോയിരിക്കുകയാണ്. അവരതിൽ ദുഃഖിക്കാറുണ്ട്. എൻ്റെ അനിയനും അതുപോലെ തന്നെ ദുഃഖിക്കാറുണ്ട്, ഞാനും ദുഃഖിക്കാറുണ്ട്. മദ്രാസിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ പലരും ചോദിക്കും അടുത്ത സിനിമ ഏതാണ്. ഇപ്പൊ എൻ്റെ മനസ്സിലുണ്ട് ഏത് സിനിമ? ഒരു സിനിമയുമില്ല. ഒരുപാട് മോഹങ്ങളായിട്ട് മദ്രാസിലേക്ക് വണ്ടി കയറിയതാണ്. അങ്ങനെ സിനിമ മോഹമൊക്കെ മനസ്സിൽ നിന്നും മാറ്റി അന്ന് ഞങ്ങൾക്ക് തീപ്പെട്ടി കമ്പനി, മാച്ച് ഫാക്ടറി, എൻ്റെ കുടുംബ വകയുണ്ടായിരുന്നു. അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ പോയത്. ഇപ്പൊ എൻ്റെ സഹോദരൻ എന്നേക്കാൾ മൂത്ത ചേട്ടൻ സെൻസിലാവോസ്, അദ്ദേഹം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഈ കമ്പനിയൊക്കെ നോക്കി നീ ഒരു കല്യാണം കഴിച്ച് സിനിമയൊക്കെ മാറ്റിവെച്ച് നീ നന്നായിട്ട് ജീവിക്കണം. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങനെ ചെയ്യാം. 5 കമ്പനികൾ, ബേബി മാച്ച് ഫാക്ടറി, ഇന്നസെന്റ് മാച്ച് ഫാക്ടറി, ഷാബന്നൂർ മാച്ച് ഫാക്ടറി, ദാവണഗിരി മാച്ച് ഫാക്ടറി, യജമാൻ മാച്ച് ഫാക്ടറി, ആ തീപ്പെട്ടി കമ്പനികളൊക്കെ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ഏൽപ്പിച്ച് അയാൾ പറഞ്ഞു ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ്, നീ ഇതെല്ലാം നോക്കണം, സിനിമ മനസ്സിൽ നിന്നും കളയണം. ഞാൻ പറഞ്ഞു കളഞ്ഞു ചേട്ടാ, കളഞ്ഞു, നീ ഒരു കല്യാണം കഴിക്കണം. ഞാൻ ഒരു കല്യാണം കഴിച്ചു. ആ കമ്പനികളൊക്കെ ജ്യേഷ്ഠൻ അമേരിക്കയിലെത്തി 6 മാസത്തിനകത്തും ലാഭത്തിൽ ഓടുന്ന 5 തീപ്പെട്ടി കമ്പനികൾ ഞാൻ പൂട്ടി. അങ്ങനെ പൂട്ടിയില്ലെങ്കിൽ ഇന്ന് ഈ കേരള സമാജത്തിന്റെ ഈ മീറ്റിംഗിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇതൊക്കെ എന്തിനു വേണ്ടി പൂട്ടി എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ആവും. അതുകൊണ്ടായിരിക്കാം ആ കമ്പനികളൊക്കെ പൂട്ടി. ഞാനൊരു സിനിമ എടുത്തു. ആ സിനിമയുടെ പേരാണ് വിട പറയും മുമ്പേ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ സിനിമയ്ക്കകത്ത് പ്രേമനസീറും ലക്ഷ്മിയുമായിരുന്നു നായികന്മാർ. നെടുമുടിയായി വേണുവായിരുന്നു പ്രധാന കഥാപാത്രം. ഞാനും ആ സിനിമയിൽ ഒരു പിയൂണിന്റെ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ നന്നായിട്ട് ഓടി. 100 ദിവസം ആ സിനിമ പിന്നിട്ടു. പലരും ഞാൻ ഇരിഞ്ഞാലക്കുട വരുമ്പോ പലരും പറഞ്ഞു വിട പറയും മുമ്പേ എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ് ഇന്നസെന്റ്. പള്ളിപ്പെരുന്നാളിലും കൂടൽമാണിക്ക് ഉത്സവത്തിനൊക്കെ ഞാൻ വന്ന് നിൽക്കും വലിയ ആളായിട്ട്. അപ്പോഴും പറയുന്നത് ഇന്നസെന്റ് പ്രൊഡ്യൂസറാ. രണ്ടാമതൊരു സിനിമ എടുത്തു, ഇളക്കങ്ങൾ. ആദ്യത്തെ സിനിമയുടെ കാശ് ഇതിൽ പോയി. മൂന്നാമതൊരു സിനിമ എടുത്തു, ഓർമ്മയ്ക്കായി. ഇതിനകത്ത് കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടിയേറ്റം ഗോപി, മാധവി, ഞാനും ആ സിനിമയിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചു. ഒരു കഥ ഒരു നുണക്കഥ, മമ്മൂട്ടി, നെടുമുടി വേണു, ശ്രീനിവാസൻ, ഞാൻ, മാധവി ഇവരൊക്കെ അഭിനയിച്ചു. ആ സിനിമയും പരാജയമായി. അവസാനം ഒരു സിനിമ എടുത്തു, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എൻ്റെ മരണം ഉണ്ടായില്ല എന്ന് മാത്രമേ.
ആ 5 തീപ്പെട്ടി കമ്പനിയും പോയി. ഒരു വലിയൊരു പറമ്പ് എനിക്കുണ്ടായിരുന്നു. അതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് കിടക്കായിരുന്നു. അതിന് എനിക്കിഷ്ടമല്ല അത് കാണാൻ. അതും വിറ്റു. കാര്യങ്ങളെല്ലാം ക്ലീനായി. അപ്പൊ എൻ്റെ ഭാര്യ ആലീസ് ചോദിച്ചു, ഇനി എന്താണ് പ്ലാൻ? ഞാൻ ആലോചിച്ചു. അമേരിക്കയിലുള്ള ജ്യേഷ്ഠൻ്റെ അടുക്ക് പോയി. അവിടെ പോയാലും എനിക്ക് വലിയ ജോലിയൊന്നും കിട്ടാൻ വേണ്ടിയില്ല. പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം വിദ്യാഭ്യാസം 8ാം ക്ലാസ്സാണ്. അത് ആലോചിച്ചു. പക്ഷേ ആ സമയത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്നെ സേതുമാധവൻ എന്ന് പറയുന്ന സംവിധായകൻ ക്ഷണിച്ചു. അവിടുത്തെ പോലെ ഇവിടെയും. അതിനകത്ത് മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു നായകൻ. മമ്മൂട്ടിയാണ് പറഞ്ഞത്, തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന ഒരു കച്ചവടക്കാരന്റെ വേഷത്തിന് നമുക്ക് ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരാളെ വിളിക്കാം. അദ്ദേഹം മറ്റുള്ളവരുടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ആ സിനിമയിൽ എന്നെ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സീനെടുത്ത് എൻ്റെ കയ്യിൽ തന്നു സേതുമാധവൻ സാർ. മമ്മൂട്ടിയുണ്ട് ആ സിനിമയിൽ. ആ സീൻ വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിനകത്ത് തമാശ ഉണ്ടോ? ഞാൻ പറഞ്ഞു തമാശയില്ല. തമാശ ഉണ്ടാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു ഉണ്ടാക്കാം. ക്യാമറയ്ക്ക് ഒരു മഞ്ഞ ടവൽ മൂടി ഞാൻ കാര്യങ്ങൾ പറയുന്നു. കമൽ എന്ന് പറയുന്ന സംവിധായകൻ താഴെ ഇരുന്നു കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുന്നു. ഞാനാണെങ്കിൽ ആ സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും തമാശ ഉണ്ടാക്കും. കാരണം എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. 5 സിനിമ പൊട്ടി, ഒരു മകനും ജനിച്ചു. അവ കാഡ്ബറീസ് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് അറിയില്ലല്ലോ അങ്ങനെ പേരുണ്ടോ. അപ്പൊ ആ ഒരു നിമിഷത്തിൽ തമാശയൊക്കെ ഉണ്ടാക്കി. ആ സിനിമ പരാജയമായിരുന്നു അവിടുത്തെ പോലെ ഇവിടെ. പക്ഷെ അതിനകത്ത് കച്ചവടക്കാരന്റെ വേഷം ചെയ്ത് ആ 2 സീൻ ഞാൻ തന്നെ എഴുതുകയും അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സേതുമാധവൻ സാർ അവിടെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞു എന്തായി? ഞാൻ പറഞ്ഞു ഒരു ഫിനിഷിംഗ് ആയില്ല, ഞാൻ ഒന്ന് വായിക്കട്ടെ. അദ്ദേഹം വായിച്ചു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ആ സിനിമയിൽ എൻ്റെ വേഷം നന്നായിരുന്നു. അതിനുശേഷം പല സിനിമകളിലും അഭിനയിക്കാൻ പലരും വിളിച്ചു. അങ്ങനെ ഒരു സിനിമ നടനായി. ഇനിയൊരു സ്വകാര്യ ദുഃഖമാണ്. അത് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിലൊരിക്കലും ഇരിഞ്ഞാലക്കുടക്കാരൻ ഒരാൾ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അയാളുടെ മുഖം കണ്ടില്ല. ആരോടും പറയരുത്. എനിക്കും മനസ്സിനകത്ത് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എൻ്റെ ജോഡി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ സീമയാവണം. എന്താ പറ്റില്ല. സീമ എന്താ കുഴപ്പമെന്താ? ഉർവശിയാവണം, മഞ്ജു വാര്യർ, നവ്യ, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ അകത്ത് എൻ്റെ ജോഡിയായിട്ട് അഭിനയിക്കാൻ. പക്ഷേ എനിക്ക് കിട്ടിയത് KPS. ഒരു ജീവിതം പോയില്ലേ പക്ഷേ അന്ന് അംബുജമേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ നീ പ്രാർത്ഥിക്കുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, നിനക്ക് നല്ല ജോഡിയെ തരും. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് കിട്ടി സുകുമാരി, അടൂർ ഭവാനി. ഞാൻ പ്രാർത്ഥന നിർത്തി. കാരണം ഇനി പ്രാർത്ഥിച്ചാൽ ചിലപ്പോ പണ്ടങ്ങാൻ ചത്തുപോയ വല്ല തള്ളാര് കുഴിന്ന് എഴുന്നേറ്റ് വടി കുത്തിപ്പിടിച്ച് ഇന്നസെന്റ് നിന്റെ കൂടെ ഞാനും അഭിനയിക്കാൻ വരാം എന്ന് പറഞ്ഞു. ഒരു നേരം പോക്കിന് പറഞ്ഞതാണ്. KPS എഴുതി ഇതിന്റെ ഇടയിലുണ്ടെങ്കിൽ വെട്ടുകത്തി അത് വേറെ. എന്തായാലും ഇവിടെ വരാൻ സാധിക്കുക എൻ്റെ ചില നേരം പോക്കുകൾ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ മക്കളെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എൻ്റെ മകനെ പറ്റി ഒരുപാട് സ്വപ്നം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ സഹോദരന്മാരുടെ മക്കളൊക്കെ ഡോക്ടറാണ്, അവരും ഡോക്ടറാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ മകനൊരു ഡോക്ടറാണ്. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, അധികം മാർക്കില്ലെങ്കിലും ദാവണഗിരിയിലോ ബൽഗാമിലോ എവിടെയെങ്കിലും ഞാൻ കുറച്ച് കാശൊക്കെ മുടക്കി നീ ഒന്ന് പാസ്സായി വരികയാണെങ്കിൽ തന്നെ ഞാനൊരു ഡോക്ടറാക്കാം. ഏകദേശം 10-50 ലക്ഷം രൂപ അന്ന് വേണം. ഇപ്പൊ എൻ്റെ മകൻ പറഞ്ഞത് അപ്പച്ചന് നല്ല ബുദ്ധി ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് പറ്റി? ഇത്രയും കാശ് മുടക്കിയിട്ട് ഞാൻ ഒരു ഡോക്ടറാവുന്നതിനേക്കാളും ഭേദം ആ കാശിന്റെ പലിശ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഡോക്ടർമാരെ ശമ്പളത്തിന് വെച്ചാൽ പോരെ. എനിക്ക് മനസ്സിലായി വന്ന ഏരിയാവില്ല. അപ്പൊ ഇതൊക്കെ എന്തായാലും എൻ്റെ മകൻ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. കാരണം മദ്രാസിൽ എൻ്റെ മകൻ പഠിക്കുമ്പോ അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അരംഗനായകത്തിന്റെ കയ്യിൽ നിന്നും അവൻ 1ാം സമ്മാനം മേടിക്കുന്നത് കണ്ട് TV-യിൽ കണ്ട് ആലീസ് തുള്ളിച്ചാടിയപ്പോ
ഞാൻ മനസ്സുകൊണ്ട് വേദനിക്കുകയാണ്. വേറൊന്നുമല്ല, ഇവൻ എൻ്റെ മകനല്ലേ. എൻ്റെ മകനെയാണെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല. ആ ദുഃഖം 2-3 വർഷക്കാലം ഞാൻ കൊണ്ടു നടന്നു. ഒരു ദിവസം അവൻ തോറ്റു, വീണ്ടും അവൻ തോറ്റു. അന്ന് എനിക്ക് മനസ്സിലായി ഇവൻ എൻ്റെ മകൻ തന്നെ. അപ്പോ ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങളാണ്. ഒരിക്കൽ ആലീസിന്റെ അടുക്ക് പറഞ്ഞു, എല്ലാ വീടുകളിലുള്ള കാര്യങ്ങളാണ്, കല്യാണം കഴിച്ചു കുട്ടിയായി, ഞാനൊരു കന്യാസ്ത്രീ ആവണമെന്നാണ് വിചാരിച്ചത്. വേറൊന്നുമല്ല, എൻ്റെ കൂട്ടുകാരി മേരി, എൻ്റെ കൂട്ടുകാരി ജെസ്സി, അവരൊക്കെ ജർമ്മനിയിലാണ്, കന്യാസ്ത്രീയാണ്. ഇതിപ്പോ ഇവന്റെ മകന്റെ കാര്യം നോക്കണം, നിങ്ങളുടെ ഇന്നസെന്റിന്റെ കാര്യം നോക്കണം, വീട്ടിലെ ദുഃഖങ്ങള്, കാര്യങ്ങള്, ഇതൊക്കെ അതിനേക്കാളും നല്ലത് നമുക്ക് ഒറ്റയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, കന്യാസ്ത്രീ ആവണം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പൊ ഞാൻ കുറെ നാളായി ഞാൻ കേൾക്കണം, എനിക്കൊരു ഉത്തരം പറയാൻ നിവൃത്തിയില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ഈ കറി വളരെ മോശമാണ്, ഇങ്ങനെ കറി വെക്കരുത്. അപ്പോഴാണ് പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത് എനിക്ക് കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീയാണെങ്കിൽ ഇതൊക്കെ വലുതും വേണം. ഇപ്പൊ എൻ്റെ മകൻ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, അപ്പച്ചൻ വിഷമിക്കണ്ട, ഈ അമ്മച്ചി ആലീസ് കന്യാസ്ത്രീ ആയാലും എന്തായാലും ഞാൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് വീട് കിട്ടുന്ന നേരം പോക്കുകളാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയിലും പ്രയോഗിക്കുന്നത്. എൻ്റെ ഭാര്യ പറയാറുണ്ട്, നമ്മുടെ വീട്ടിലുള്ള തമാശകൾ പുറത്ത് പറയരുത്, കാരണം ഇവിടെ പുറത്ത് കാണുമ്പോൾ ആൾക്കാർ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചു. 2 വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ കുട്ടികൾ, ഞാൻ ഒരുപാട് നേരം പോക്കുകൾ പറയുന്ന ഒരാളാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, എന്നെ പറ്റി മിസ്റ്റർ വാര്യർ പറയുകയുണ്ടായി, ഞാൻ 2-3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിയാണ്, ഞാൻ ഇന്നസെന്റ്, ചിരിക്ക് പിന്നിൽ, മഴക്കണ്ണാടി, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഒരു എഴുത്തുകാരനല്ല ഞാൻ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളൊക്കെ എന്താവണം, എന്തായി തീരണം എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക, അവരാണ് തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ വരാൻ സാധിച്ചു. ഞാൻ ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും ഈ പ്രവാസി മലയാളി, അതിൽ പെടുവോ നിങ്ങളൊക്കെ? പെടും. പ്രവാസി മലയാളികൾ എന്ന് പറയുന്ന പോലുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോകാറുണ്ട്. പലപ്പോഴും അവിടെ ചെന്നതിന് ശേഷം കുറെ നാള് കഴിയുമ്പോൾ പിന്നെ അന്ന് കണ്ട ആളുകളെ നമ്മൾ കാണാറില്ല. അവർ പലരും നാട്ടിലേക്ക് തിരിച്ചു വരും. അമേരിക്കയിലുള്ള ആളുകളായാലും ജർമ്മനിയിലുള്ള ആളുകളായാലും ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു വരും. എന്നാൽ നാട്ടിൽ സെറ്റിൽ ചെയ്യുക, അങ്ങനെ നാട്ടിൽ ഒരു വീടൊക്കെ പണിയും. കുറെ കഴിയുമ്പോൾ ആ വീട് വിൽക്കും, വീണ്ടും അവർ വന്ന സ്ഥലത്തേക്ക് പോകും. വയസ്സായ കാലത്ത് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല, കാരണം അവരുടെ മക്കളൊക്കെ ഒരിക്കലും നമ്മുടെ നാട് ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ മിസ്റ്റർ വാര്യർ സംസാരിച്ചതുപോലെ തന്നെ മലയാളം പഠിപ്പിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. തമിഴാണെങ്കിലും കന്നഡയാണെങ്കിലും തെലുങ്കാണെങ്കിലും അവരൊക്കെ അവരുടെ വീടുകളിൽ അവരുടെ ഭാഷകൾ പറയുന്നു. നമ്മൾ മാത്രം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഒരു മലയാളി അല്ലെങ്കിൽ ഈ മലയ എന്ന് പറയുന്ന സ്ഥലത്തെ, മലയാളല്ല, ജക്കാർത്ത എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ അവരുടെ ഭാഷയിലാണ് സ്വപ്നം കാണുന്നത്. നമ്മൾ നമ്മുടെ ഭാഷയിലാണ് സ്വപ്നം കാണുന്നത്. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ മലയാളിയായി നമ്മൾ ഇംഗ്ലീഷിൽ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ നേരം വെളുത്ത് റെഡിയായി കഴിയുമ്പോൾ ഇംഗ്ലീഷായി നമുക്കൊക്കെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാതെ നമ്മുടെ ഭാഷ, നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ഒരു 2 തലമുറയും കൂടി ഏതൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിന്ന് വരും. എന്തായാലും നമുക്ക് അത്രയും കാലെങ്കിലും അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം കാര്യങ്ങൾ ഉണ്ടാവുക. അദ്ദേഹം വാര്യർ സംസാരിച്ചപ്പോൾ ഒരുപാട് നമ്മുടെ നാടിനെ പറ്റി, നമ്മുടെ നാട്ടിലുള്ള കുളത്തിനെ പറ്റി, നമ്മുടെ നാട്ടിലുള്ള കൃഷിയെ പറ്റി ഒക്കെ അദ്ദേഹം പറയുണ്ടായി. അതൊക്കെ വെറും ഓർമ്മകൾ മാത്രമായിട്ട് മാറുകയാണ്. എന്തായാലും ഇവിടെ വരാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതിൽ പ്രധാന പങ്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ ശ്രീ കലാഭവൻ ജോഷിയാണ്. അതിനുശേഷമാണ് ഇവിടെ ഇന്ന് വരാൻ ഉള്ള അവസരമുണ്ടായത്. ഇതിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, ഈ മലയാളി സമാജത്തിനെ പറ്റി ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 2-3 ആവാറായിട്ടുള്ള സമയമായിട്ടില്ല. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി.
ദാവൺഗിരി മലയാളി സമാജം എന്ന് പറയുന്നൊരു സമാജം വളരെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ എസ് എ നായർ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഇതിൻ്റെ പ്രസിഡന്റിനെ ഇന്നസെന്റ് ഒന്ന് മാറ്റണം. ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവില്ല. അന്ന് സിനിമയൊക്കെ അവസാനിപ്പിച്ച് വരുന്ന കാലഘട്ടമാണ്. പക്ഷെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഒരാൾ പറഞ്ഞോടാ, നിനക്കിതൊക്കെ പൊളിക്കാൻ അറിയുന്ന ആളല്ലേ, ഒന്ന് ശരിയാക്കി കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു പ്രസിഡന്റിനെ മാറ്റാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഇത് പൊളിച്ചു തരാൻ പറഞ്ഞു. ഈ സമാജം നിങ്ങളൊക്കെ ഇനി മനസ്സിലാക്കേണ്ടവരാണ്. നാളെയും നമ്മുടെ മക്കളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ എന്റെ ജ്യേഷ്ഠൻ ചോദിച്ചോടാ നിനക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റും, ഇതല്ല ഇതിന്റെ അപ്പുറം ഞാൻ പൊളിക്കും. എങ്ങനെ പൊളിച്ചു എന്ന് ചോദിച്ചാൽ ജാതി കുത്തി വെച്ചു അതിന്റെ അകത്ത്. ഒരു 2 മാസത്തിനകത്ത് 3 സമാജമായിട്ട് ഞാൻ അത് മാറ്റി. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തവനാണ് ഞാൻ. അതിനുശേഷം സിനിമാ നടനായതിനു ശേഷം ദാവൺഗിരി മലയാളി സമാജം വീണ്ടും ഒരുമിച്ചപ്പോ എന്നെ വിളിച്ചു കൊണ്ടുപോയി. പലർക്കും അറിയില്ല ഇതൊക്കെ ഞാനാണ് ചെയ്തത്. അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ച് എന്നെ ഏകദേശം അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സമാജം പൊളിച്ചവൻ ഞാനാണ്. എങ്ങനെയാണ് പൊളിച്ചത്? മുസ്ലിമിനൊരു സംഘടന, നായർക്കൊരു സംഘടന, ഈഴവനൊരു സംഘടന, ക്രിസ്ത്യാനിക്കൊരു സംഘടന, അങ്ങനെ അന്നാക്കി. ഇനിയെങ്കിലും അത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. അവര് അടി കൊണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അങ്ങനെയൊന്നും ഒരിക്കലും ഇത് വരരുത്. ഇതെങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല, കാരണം ഇത്ര ആൾക്കാരല്ലേ ഉള്ളൂ. ഒക്കെ വളരെ നന്നായിട്ടിരിക്കട്ടെ. വല്ലപ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുകയും നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയോ കാര്യങ്ങളോ അവരൊക്കെ നാട്ടിലാണ്, സ്വന്തക്കാരൊക്കെ. പിന്നെ ഉള്ളതൊക്കെ നിങ്ങൾ സഹോദര സഹോദരിയാണ്. അപ്പൊ നിങ്ങളൊക്കെ തമ്മിൽ ഒരുമിച്ചുണ്ടായി നമുക്കൊരു അസുഖം വരുമ്പോഴും ഒക്കെ ഒന്ന് മാറി നിൽക്കാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് സഹായങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ നല്ല നിലയ്ക്ക് നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീ കലാഭവൻ ജോഷിയെ ക്ഷണിച്ചോളൂ. KSAയുടെ എല്ലാ എൻ്റെ കുടുംബ സുഹൃത്തുക്കൾക്കും ആദ്യമേ തന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. 24 തരം കറി കൂട്ടി അവസാനം നല്ല പാൽപ്പായസവും ഗോതമ്പ് പായസവും പാലടയും പഴം പായസവും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി ഒരു ഡൂപ്പിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. വളരെ സന്തോഷം തോന്നി. കാരണം നേരത്തെ പറഞ്ഞ പോലെ, ഇന്നസെൻ്റ് പറഞ്ഞ പോലെ, ഇന്നസെൻ്റ് ഏട്ടൻ ഒരു സിനിമാ താരം ആയിരുന്നില്ലെങ്കിൽ എനിക്കിവിടെ വരുവാൻ സാധിക്കുമായിരുന്നില്ല. കാരണം 10-17 വർഷക്കാലം ഇന്നസെൻ്റ് ഏട്ടൻ എന്ന് പറയുന്ന ആ വലിയ നടൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മനോഹരമായ ഒരു വീടും ഞാൻ കെട്ടി. അതിൻ്റെ പാർപ്പിടത്തിൻ്റെ പാലുകാച്ചലിന് ഈ മഹത്നായ എൻ്റെ എല്ലാമായ ഇന്നസെൻ്റ് ഏട്ടൻ എത്തിയിരുന്നു. അപ്പം ഞാൻ വിളിക്കുമ്പോൾ, ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ വളരെ ആധികാരികമായി ഈ ഇന്തോനേഷ്യയിലെ മലയാളി സമാജത്തിന്മേൽ ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ വളരെയധികം സന്തോഷം പറഞ്ഞു. ഞങ്ങളൊരു വേദിയിൽ ഒരു പറവൂരുള്ള ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്തോനേഷ്യയിൽ കുറച്ച് മലയാളികളുണ്ട്, 140 പേരേ ഉള്ളൂ, വളരെ പാവങ്ങളാണ്, വളരെ സന്തോഷം നിറഞ്ഞ ആൾക്കാരാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു, ഇതൊരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയിൽ നിന്നും ഒരു പോയാൽ അതൊരു കൂടായ്മയായി. പക്ഷെ നമുക്ക് കൂടായ്മയല്ല വേണ്ടത്, കൂട്ടായ്മയാണ് വേണ്ടത്. എന്തായാലും ഈ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇന്നസെൻ്റ് മനോഹരമായ പ്രസംഗം കേട്ടു. കൊച്ചുങ്ങളൊക്കെ വിശന്നു തുടങ്ങി. നമ്മൾ പറഞ്ഞ സമയത്തിനേക്കാളും ഇത്തിരി കൂടി ലേറ്റായി. 9 മണിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, 9:30 മണിയായി. ഈ 4ാം പ്രാവശ്യവും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഈ മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി, നമ്മുടെ എല്ലാമായ ദിലീപേട്ടൻ പ്രസിഡന്റ് അല്ലേ? ദിലീപേട്ടൻ പ്രസിഡന്റ്,
എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ഇന്നസെന്റേടെ പറഞ്ഞ മാതിരി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞതാ, അമ്മയുടെ നായർ അമ്മയുടെ കെട്ടിയോണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അമ്മയ്ക്കൊരു പ്രസിഡന്റ് ഉണ്ടാവണം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്ന് 2 വാക്ക് പറയാനും. എൻ്റെ ഗുരുനാഥനായ ഇന്നസെന്റ് മുന്നിൽ നിന്ന് 2 വാക്ക് സംസാരിക്കാനും സാധിച്ചതിൽ കുഴപ്പമില്ലല്ലോ. എന്തായാലും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.